മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഉദരത്തിൽ തന്നെ കൃഷിക്കാരനായിട്ട് മാറി. അമ്മയ്ക്ക് അത്രയും കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. നാച്ചുറൽ ആയിട്ട് തന്നെ ജൈവമായിട്ട് തന്നെ വനത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു ചെടിയാണ് പെപ്പർത്തക്കൻ 1 എന്ന് പറയുന്നത് അല്ലേ? ഒരു തണ്ട തന്നെ പല കൊലകളായിട്ട് കായ്ക്കാന്നുള്ളതാണോ? ഒരു തിരിയല് 100 ബ്രാഞ്ച് 1000 മണിയോളം ഉണ്ടാവും. ഇതിപ്പോ പെപ്പർത്തക്കൻ 2 അല്ലേ ഏടാ? 1 സെന്റിമീറ്റർ നീളം വരുന്നുണ്ട്. തിരിയുടെ വലിപ്പം കണ്ടോ? നല്ല തിരിനീളം ഉണ്ട്, കായ്ക്ക് മുഴുപ്പും ഉണ്ട്. ഇതിപ്പോ ഇലയാണോ കൂടുതൽ കായാണോ കൂടുതൽ എന്ന് വെച്ചാൽ ഇലയേക്കാൾ ഇരട്ടി കാ നിൽക്കുന്ന പോലെ അല്ലേ? ഇത് നമ്മള് വലിയ പരിചരണമോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് ഒരു നിറച്ചും ഇറുങ്ങല് പോലെ ഇതാണ് പെപ്പർത്തക്കൻ 3 എന്ന് പറയുന്നത് ഏടാ? അതെ, മണിയുടെ വലിപ്പമൊക്കെ ഉണ്ടോ? മണിയുടെ വലിപ്പം നല്ല വലിപ്പം കൂടിയ മണിയാ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിക്ക് മണിയാണ്. കുരുമുളക് അച്ചാറോ? അത് കേട്ടിട്ട് പോയില്ല സാധനമാണല്ലോ ചേട്ടാ. ഇത് നമ്മളെ ഇതാണ് സർപ്പന്റ് മെത്തേഡ് എന്ന് പറയുന്ന നാഗപ്പതി പറയുന്ന. എന്നെ ഒരുപാട് പേര് പല പ്രദേശത്തു നിന്ന്, രാജ്യത്തു നിന്ന്, സംസ്ഥാനത്തൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കയ്യിലൊക്കെ കുറെ പൈസയുണ്ട്, കുറെ സ്ഥലങ്ങളും ഉണ്ട്. ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ ഇല്ലാതെ പലരും ഗൾഫിൽ നിന്നൊക്കെ പോയൊരു പെൻഷൻ പറ്റിയവരെ ഇവരൊക്കെയാണ് കൂടുതലും വിളിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും വരുമാനം ഇവിടെ കിട്ടുമെങ്കിൽ ഈ തണുപ്പടിച്ചും ചൂടടിച്ചൊക്കെ അവിടെ ഞങ്ങൾ ഇവിടെ പോയി കിടക്കണം. 86 വയസ്സുള്ള ഞാൻ ഇത്രയും കാര്യങ്ങൾ നടത്താമെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടോ? സ്വന്തം ബുദ്ധിയും കഴിവുണ്ടെങ്കിൽ ഇവിടെ ധാരാളം പൈസ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ. എൻ്റെ പേര് തോമസ് എന്നാണ് വിളിക്കുന്നത്. എൻ്റെ തോമസ് ചേട്ടൻ എന്നാണ്. ഇപ്പം പുതിയതായിട്ട് അറിയപ്പെടുന്ന പെപ്പർത്തക്കൻ എന്നാണ് ഇപ്പം പുതിയൊരു പേര് വന്നിരിക്കുന്നത്. എനിക്ക് ഇപ്പോൾ 86 വയസ്സുണ്ട്. വീട്ടുപേര് തെക്കൽ എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെപ്പർത്തക്കൻ ഈ കുരുമുളക് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ കാഞ്ചാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കട്ടപ്പനയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നേഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇപ്പം പെപ്പർത്തക്കൻ 1, പെപ്പർത്തക്കൻ 2, പെപ്പർത്തക്കൻ 3. അപ്പം 1 എന്ന് പറയുന്നത് മുന്തിരിക്കുല പോലെ കായ്ക്കുന്ന ഒരു 1000 മണി വരെ ഒരു തിരിയ ഉണ്ടാകുന്നുണ്ട്. 2 എന്ന് പറയുന്നത് ഒരു 100 തൊട്ട് 150 വരെ മണികൾ വരും. അപ്പം 30 സെൻറ്റിമീറ്റർ നീളമൊക്കെ ഉണ്ട് അതിൻ്റെ തിരിക്ക്. പിന്നെ 3 എന്ന് പറയുന്നത് അതിലും നല്ല ബെറ്ററാണ്. കുറെ കൂടെ മണി മുറ്റായിട്ട് ഒക്കെ പിടിക്കുന്നുണ്ട്. അത് 2 വർഷം എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് വിപണിയിൽ ഇറക്കണമെങ്കിൽ. മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഉദരത്തിൽ തന്നെ കൃഷിക്കാരനായിട്ട് മാറി. അമ്മയ്ക്ക് അത്രയും കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. ആ അവസരം, ആ മാനസികാവസ്ഥ, ആ പാരമ്പര്യം എന്നിലും വന്നു. കൃഷി രംഗത്തിറങ്ങിയിട്ടൊരു 60-70 വർഷത്തിന് മുമ്പ് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ 8 മക്കളാണ്. അമ്മയൊക്കെ ഞങ്ങളെയൊക്കെ അന്നൊക്കെ തെങ്ങും കുഴിയിൽ പണിച്ചിട്ടാണ് അമ്മയൊക്കെ കൃഷിപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ര ആവേശത്തിൻ്റെ. അപ്പം ആ ഗർഭാവസ്ഥയിൽ തന്നെ ഒരു കൃഷിയുടെ ഒരു മാനസികാവസ്ഥ ഞങ്ങളിൽ കുടികൊണ്ടുണ്ട്. തോമസേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ പെപ്പർത്തക്കൻ 1 അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ട്? ഒരു 10-20 വർഷത്തോളമായി. അതെങ്ങനെയാ നമ്മുടെ കണ്ണിപ്പെട്ടത്? അതെങ്ങനെയാ അത് കണ്ടെത്തിയത്? അത് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വനാന്തരത്തിൽ കൂടെയൊക്കെ സർക്കിട്ടും യാത്രയൊക്കെ പോകാറുണ്ട്. എല്ലാ സസ്യങ്ങളും ഈ വനത്തിലുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മാവ്, പ്ലാവ്, കുരുമുളക്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ പോയ വഴിക്ക് എതിർച്ചാൽ പല സ്ഥിതികളിങ്ങനെ കതർപ്പായിട്ട് വന്നിരിക്കുന്നത് കണ്ടു. നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ട് നട്ടു. വളപ്രയോഗം നടത്തി, ഗ്രാഫ്റ്റിംഗ് നടത്തി. പല വർഷങ്ങളായിട്ട് അതിന് മാറ്റങ്ങൾ വരുത്തി. ഇപ്പൊ അത് ഒരു ലോക റെക്കോർഡാണ്. ഇങ്ങനെ ഒരു കുരുമുളക് ഇന്നുവരെയും ലോകത്തിൽ
ആരും ഉണ്ടാക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പം ശരിക്കും നാച്ചുറൽ ആയിട്ട് തന്നെ ജൈവമായിട്ട് തന്നെ വനത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു ചെടിയാണ് പേപ്പർത്തക്കൻ വണ്ണെന്ന് പറയുന്നത് അല്ലേ? വണ്ണെന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ഗുണങ്ങൾ തന്നെ ഒരു തണ്ട തന്നെ പല കൊലകളായിട്ട് കായ്ക്കാന്നുള്ളതാണോ? ഒരു തിരിയല് 100 ബ്രാഞ്ചിൽ നിന്ന് 1000 മണിയോളം ഉണ്ടാവും. ഓഹോ, മുന്തിരിക്കൊല പോലെ. അത് നല്ല എരിവുണ്ട്, ലിറ്റർ വെയിറ്റ് ഉണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കൊരു ശരാശരി ഒരു 4-5 കൊല്ലമായ ഒരു 20 അടി പൊക്കമുള്ള ഒരു മരത്തെ ശരാശരി നമുക്ക് വണ്ണാണെങ്കിൽ നമുക്ക് ഉൽപാദനം എങ്ങനെയുണ്ട്? ഒരു 10 കിലോ ഉണക്കി മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മണ്ണ് കഴിഞ്ഞ് അതിനൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ടാണോ അപ്പൊ ട്യൂബ്? അതിന്റെ ഒരു കണ്ടെത്തൽ എങ്ങനെയാ അത്? ഇപ്പം നമ്മൾ വണ്ണിനെക്കെട്ട് അല്പം കൂടെ മെച്ചപ്പെട്ടാണ് ട്യൂബ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ തന്നെ നാച്ചുറലായിട്ട് അരികൾ പാകി വീസിപ്പിച്ച്, അതായത് ഈ വണ്ണെന്നുള്ള അരികൾ പാകിയാണ് നമ്മളപ്പം? അല്ല, അത് വണ്ണെന്നല്ല, അല്ലാതെ നാച്ചുറലായിട്ട് പല വെറൈറ്റി കുരുമുളകിന്റെ അരികൾ പാകി അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ അതിന് ഉരുത്തിരിഞ്ഞ് വന്നൊരു കൂടിയാണ് ട്യൂബ് എന്ന് പറയുന്നത്. ഇത് ഒറ്റത്തിരി 30 സെന്റിമീറ്റർ നീളം ഇവിടെയുണ്ട്, 33 സെന്റിമീറ്റർ നാട്ടിൻപുറത്തൊക്കെ അത് വരുന്നുണ്ട് ഒരു തിരികെ. അതിന്റെ 100 തൊട്ട് 150 മണികൾ വരെ ഒരു തിരികെ വരുന്നുണ്ട്. അതും ലോക റെക്കോർഡാണ് ആ കുരുമുളക് എന്ന് പറയുന്നത്. നീളത്തിന്റെ ആണോ അത് വരുന്നത്? നീളത്തിന്റെ ഉണ്ട്, മണിയുടെ വലിപ്പമുണ്ട്, എരിവിന്റെ കാര്യത്തിലുണ്ട്, ഇതെല്ലാം പ്രത്യേകതയാണ്. ഇതിപ്പം ഈ ട്യൂവിന്റെ തോട്ടങ്ങളായിട്ട് ആൾക്കാർ വെച്ച് തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, ട്യൂവിന്റെ ധാരാളം തോട്ടങ്ങൾ ഉണ്ട്. എന്റെ അനുഭവം പറഞ്ഞാൽ എന്നെ ഒരുപാട് പേര് പല പ്രദേശത്തുനിന്ന്, രാജ്യത്തുനിന്ന്, സംസ്ഥാനത്തൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കയ്യിലൊക്കെ കുറെ പൈസയുണ്ട്, കുറെ സ്ഥലങ്ങളും ഉണ്ട്. ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ ഇല്ലാവുന്നു. അങ്ങനെ നമ്മുടെ ഈ പെപ്പർത്തക്കൻ ട്യൂബ് ഒക്കെ വന്നു കഴിഞ്ഞപ്പം പലരും ഗൾഫിൽ നിന്നൊക്കെ പോയത് പെൻഷൻ പറ്റിയവരെ ഇവരൊക്കെയാണ് കൂടുതലും വിളിച്ചോണ്ടിരിക്കുന്നത്. ഈ ചെറുപ്പക്കാരും എല്ലാം ചോദിക്കുന്നത് ഇത്രയും വരുമാനം ഇവിടെ കിട്ടുമെങ്കിൽ ഈ തണുപ്പടിച്ചും ചൂടടിച്ചൊക്കെ അവിടെ ഞങ്ങൾ ഇവിടെ പോയി കിടക്കണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ള അവർക്ക് ഐഡിയ ഇല്ലാതെ, വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ അവർക്ക് ഇല്ലാതെ പോയി. ഇതെല്ലാം ഇപ്പം കണ്ടുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഇത് മറ്റ് സംസ്ഥാനത്തിലെ അതിർത്തി തൊഴിലാളികൾ വന്ന് കിടക്കുന്നവരല്ല ഇവര് പുറത്ത് പോയി പണിയെടുക്കുന്നത്. അടിമയായിട്ടൊന്നും അവിടെ പോയി പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കഷ്ടപ്പെട്ട നല്ലൊരു വരുമാനം നടക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 86 വയസ്സുള്ള ഞാൻ ഇത്രയും കാര്യങ്ങൾ നടത്താമെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടോ? സ്വന്തം ബുദ്ധിയും കഴിവുണ്ടെങ്കിൽ ഇവിടെ ധാരാളം പൈസ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ, തൊഴിലുണ്ടാക്കാം സർക്കാരിന് പോലും പറ്റുന്നില്ല. ഇപ്പം ആയിരക്കണക്കിന് യുവജനങ്ങൾ മറ്റു ആൾക്കാരും നമ്മുടെ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ യുവജനങ്ങളൊക്കെ ഒരുപാട് പേര് ഐറ്റിഐ മേഖലയിലുള്ള അല്ലാത്തവരെല്ലാം ഇവിടെ വന്ന് എന്നെ സന്ദർശിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ വരുന്നുണ്ട്, നമ്മുടെ തോട്ടം കാണാൻ വരുന്നുണ്ട്. കണ്ട് ഇതിന്റെ സാധ്യതയെ പറ്റിയെല്ലാം ആരായുന്നുണ്ട്. അവര് പോയി സ്വന്തമായിട്ട് ഉള്ള സ്ഥലത്തെല്ലാം 10 സെന്റ് 5 സെന്റ് അല്ലെങ്കിൽ 1/2 ഏക്കർ ഇവിടെയെല്ലാം പോസ്റ്റുകളിട്ട് ഇങ്ങനെ കുരുമുളക് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അത് ഇവിടെയല്ല, തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട്, കർണാടകത്തിൽ അവിടെയാണ്. ഇപ്പം ആന്ധ്രയിന്ന്, മഹാരാഷ്ട്ര, ഇവിടുന്ന് എല്ലാം ആൾക്കാർ ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ആൾക്കാർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 23 രാജ്യത്തെ ആൾക്കാർ ഈ അടുത്ത ദിവസം ഇവിടെ വിസിറ്റിങ്ങിന് ഇവിടെ വന്നായിരുന്നു. അത് നമ്മുടെ ഈ പെപ്പർത്തക്കന്റെ ഈ ഗുണങ്ങൾ കണ്ടറിഞ്ഞ് ആൾക്കാർ വരുന്നതാണ്. അതെ, ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നത്. എന്നെക്കിടെ എത്രയോ പോലീസന്മാർ കിടക്കുന്നത്, അവരുടെ ഇരുന്നടുത്ത് ഇവരൊന്നും ആരും പോകുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ സർക്കാർ പോലും നിരീക്ഷിച്ചാൽ നടക്കാത്തൊരു കാര്യങ്ങൾ ഇപ്പൊ ഈ മേഖലയിൽ ഒരുപാട് പേർക്ക് ഒരു തൊഴിൽ, ഒരു വരുമാനം, നല്ല വരുമാനം ഉണ്ടാക്കാൻ, ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കാം. കുരുമുളകിന്റെ ചേട്ടന്റെ അഭിപ്രായത്തിൽ കുരുമുളകിന്റെ വരും ഭാവിയിലോട്ടുള്ള വളർച്ച, അതിന്റെ ഭാവി എന്തായിരിക്കും? അതിന്റെ വരുമാനം കുരുമുളക് ഇന്ന് വരെയും ഒരു എല്ലാ സാധനത്തിനും വില കുറച്ചെങ്കിലും കുരുമുളകിന് മാത്രം വില കുറഞ്ഞിട്ടില്ല. ഇനിയും കുറയില്ല. ഇപ്പൊ 750 രൂപ മാർക്കറ്റ് ഇപ്പൊ ഇവിടെയുണ്ട്. ഇപ്പം ഒരു 1000 രൂപയെങ്കിലും അടുത്ത നാളിൽ വരാൻ സാധ്യതയുണ്ട്. കുരുമുളക് ഒരിക്കലും മാർക്കറ്റ് പോവുകയില്ല. ഇനിയും അത് ഉയർന്നു പോയിക്കൊണ്ടിരിക്കും. ഇതപ്പോ ട്യൂവിന്റെ അല്ലേ ചേട്ടാ? ട്യൂവിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഇത് എത്ര മുളക് കൊണ്ടാ ചേട്ടൻ പറഞ്ഞത്? ഇത് 150 മുകളിലുണ്ടെങ്കിലും ഉള്ളത് നല്ല ഇഷ്ടം പോലെ വളരെ തിക്കായിട്ട് തന്നെ മുളക് കൊണ്ട് നല്ല നീളം. ഇത് പെപ്പർത്തക്കൻ ട്യൂബായ ഈ കുഴിയ ഇതൊരു കുറ്റിക്കുരുമുളകായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ചിരിയുടെ നീളം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഒരു 30 സെന്റിമീറ്റർ ഒക്കെ നീളം വരുന്നുണ്ട്. ഇത് എല്ലാം പഴുത്ത് കിടക്കാണ്, പറിക്കാറായതാ, പറിച്ചതായത്. ഇതിപ്പോ കുറ്റിക്കുരുമുളകായിട്ട് കയറ്റി വിട്ടേക്കുന്ന മറിച്ച് മാറി. ഈ പെപ്പർത്തക്കൻ ട്യൂ നമുക്കൊരു 20 അടി പൊക്കമുള്ള ഒരു മരത്തെ നമ്മൾ കയറ്റി വിട്ടാല അതിനകത്ത് ഏകദേശം എത്ര കിലോ നമുക്ക് ആദായം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഏതാണ്ട് ഒരു 10-15 കിലോ മുളക് ആവറേജ് എങ്കിലും പച്ചക്കുരുമുളക് കിട്ടുന്നുണ്ട്.
ഇത് നമുക്ക് ഇത് വെച്ചാൽ നമുക്ക് ആ എത്ര കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ ആദായത്തിലേക്ക് 2 ആദായത്തിലേക്ക് കയറുന്നത്? അതുപോലെ ഇതിന്റെ ഈ വളർച്ച അത് മറ്റുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ വളർച്ച അതെങ്ങനെയാണ് ഇതിനൊരു വ്യത്യസ്തമായിട്ട് കിട്ടുന്നത്? ഇത് ഒരു 2-ാം വർഷമാകുമ്പോഴത്തേക്കും കായ്ക്കാൻ തുടങ്ങും. കാരണം നമ്മൾ കൊടുക്കുന്ന തൈകൾ എന്ന് പറയുന്നത് നാഗപ്പതി രീതിയിലാണ്. അപ്പോൾ നന്നായിട്ട് വേര് പിടിച്ചാണ്. അപ്പോൾ സാധാരണ കുരുമുളകൊക്കെ പഴയ കാലത്തൊക്കെ കൃഷി ചെയ്യാന്ന് പറയുന്നത് ഒരു തണ്ട് കൊണ്ടുപോയി ഇട്ടാതെ വേര് പിടിച്ച് വരണമെങ്കിൽ തന്നെ 6 മാസം എടുക്കും, അല്ലെങ്കിൽ 1 വർഷം. ഇതത് വേണ്ട, ഇത് നട്ട് അന്നേരം ഇത് വളർച്ചയല്ലേ, നല്ല രീതിക്ക് വേരുള്ളത് കൊണ്ട് വളർച്ച പെട്ടെന്ന് കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞാൽ മറ്റു ചെടികളെ അപേക്ഷിച്ച് ഇതിന് ശക്തി കൂടുതലുണ്ട്, എടുത്തു കൂടുതലുണ്ട്. ഒരു 2-ാം വർഷം ആകുമ്പോഴത്തേന് തിരി വയ്ക്കുമ്പോൾ കായ്ക്കാൻ തുടങ്ങും. നമുക്കൊരു നല്ലൊരു പ്രൊഡക്ഷനിലേക്ക് എത്തണമെങ്കിൽ എത്ര നാൾ പിടിക്കുമായിരിക്കും? ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും സാമാന്യം നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങും. ചില കൊടികൾ കണ്ടിട്ടുണ്ട് ഈ കൊല്ലം കായ്ക്കുവാൻ അടുത്ത കൊല്ലം കായ്ക്കാല, മണി പൊഴിഞ്ഞു പോക്കാം, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നമ്മള് അങ്ങനെ ഒരു പ്രശ്നം ഇതിനില്ല. ഇല്ല, ആണ്ടുപോലും കായ്ക്കും. ആണ്ടുവരെ എല്ലാ കൊല്ലം ഒരുപോലെ തന്നെ കായ് കിട്ടും. ഒരുപോലെ കായ്ക്കും. അത് പന്നിയൂറിനൊക്കെ ഉള്ളു 1.5 കൊല്ലം കായ്ക്കും എന്നൊക്കെ ചേർത്ത് പറയും. പന്നിയൂരിനേക്കാൾ തിരുനീളം നമുക്ക് ഇതിന് ടോയിന് കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ട്, തീർച്ചയായിട്ടും. ഇതിന് 30 സെന്റിമീറ്റർ മുതൽ 33 സെന്റിമീറ്റർ വരെ ഈ നീളം വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ലാബ് ടെസ്റ്റിനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇത് നടത്തിയിട്ടുണ്ടോ? ടോയിന്റെ അങ്ങനെ എന്തെങ്കിലും ഇത്ര കാ കിട്ടുമെന്നും അങ്ങനെ വല്ലതും? കായൊക്കെ നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ട്. അതായത് 100 തൊട്ട് 150 മണി വരെ ഒരു തിരി വരുന്നുണ്ട്. പിന്നെ തിരി അളന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ലിറ്റർ വെയിറ്റ് നോക്കിയിട്ടുണ്ട്. ലിറ്റർ വെയിറ്റ് എങ്ങനെ ഉണ്ടത്? 700 തൊട്ട് 750 വരെ കിട്ടുന്നുണ്ട്. സാധാരണ കുരുമുളക് പറഞ്ഞാൽ 600-650 ആണ് സാധാരണ കുരുമുളക് കിട്ടുന്നത്, നല്ല വെയിറ്റ്. ഇതിപ്പോ 750 വരെ കിട്ടുന്നുണ്ട്. വെയിൽ തെറ്റി തുടങ്ങാണ്. ചിലപ്പോൾ ഷോറിലിട്ടുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് കിട്ടിയില്ല. വെയിൽ തെറ്റി തുടങ്ങിയാൽ എത്രയും കിട്ടും. വേലിനെയും പ്രതിരോധിക്കും, സാമാന്യ ഷെയ്ഡുള്ളിടത്തും റബ്ബർത്തോട്ടത്തിലൊക്കെ ഇപ്പം കൃഷി ചെയ്യാൻ. കാരണം ഞങ്ങളുടെ ഈ ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ ഇപ്പം ചെടികൾ നമ്മുടെ ഇപ്പൊ നല്ല ഷെയ്ഡുള്ള സ്ഥലങ്ങൾ ഇവിടെ കാണുന്നത്, ഇവിടെയൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഉണ്ട്, നല്ല കായ്പാണ്. ഒരു പ്രാവശ്യം ഉടവ് നല്ലതാണ്. അല്പം ഷെയ്ഡ് ഉണ്ടെങ്കിലും നന്നായിട്ട് കായ്ക്കുന്നു. ആ ഷെയ്ഡ് സ്ഥലത്ത് കയറി പൊക്കോളും. നമുക്ക് ഇതിപ്പം ഇത് ആദ്യമേ കൊണ്ടുപോയി നമ്മൾ തൈ വെക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അതിന്റെ വളപ്രയോഗം കാര്യങ്ങൾ അതെന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ഇത് വെക്കുമ്പോൾ ഈ പറയുന്ന വലിയ വളമൊന്നും ചെയ്യണ്ട. ഒരുപാട് ചിലരൊക്കെ ഇങ്ങനെ ഒരു ചാക്ക് ഇട്ടുപൊടി, ഒരു ചാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെക്കണമെന്ന് പറയുന്നത് കേൾക്കുന്നു. അബദ്ധമാണ്. അങ്ങനെ ചെയ്യുന്ന അബദ്ധമാണ്. ഒരു അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചെടി നടുക. നട്ട് കുറെ വളർന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ കൃഷിക്കും പോളിയർ വളമൊക്കെ ചെയ്യുന്നത്. ഇതൊരു 2-3 വർഷത്തെ വളർച്ചയൊക്കെ 6 മാസം കൊണ്ടൊക്കെ നമുക്ക് ഇപ്പം കിട്ടുക. ഇല സ്പ്രേ ചെയ്താൽ മതി. നന്നായിട്ട് മണ്ണിലൊക്കെ ആവശ്യമുള്ള മൂലകങ്ങളൊന്നും ഇല്ല. അപ്പൊ ആവശ്യമുള്ള മൂലകങ്ങളൊക്കെ സസ്യങ്ങൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ പോളിയർ ചെയ്ത് കഴിയുമ്പോൾ ചെടിയെന്ന് ഇപ്പൊ എല്ലാം ഹൈടെക് കൃഷികളാണ്. നമ്മളിപ്പം പഴയതുപോലെ 3-4 വർഷമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഒരു ഇതുണ്ട്, ഇത് ഈ കാപ്പിയും തന്നെ ചന്ദ്രിക എന്ന് പറയാം. ഈ കാപ്പി നട്ടിട്ട് 1 വർഷമായി ഇത്രയുള്ള ചെടി നട്ടതാണ്. 1 വർഷമായപ്പോ കണ്ടോ ഇത് നിറച്ച് പൂത്ത് റെഡിയായിട്ട് നിൽക്കും. 1 വർഷമായി കാപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാ കൃഷികളും ഇതൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ 3 വർഷം 4 വർഷം ഒക്കെ എടുത്തിട്ട് കായ്ക്കണമെങ്കിൽ ആയിട്ട് വരണമെങ്കിൽ. ഈ പോളിയർ വളത്തിന്റെ ഒരു ഗുണമാണ് അത്. ഇപ്പൊ എല്ലാം ഹൈടെക് കൃഷികളൊക്കെ അല്ലാതെ നമ്മളിപ്പം പഴയ പോലെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഈ തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, ആയിരക്കണക്കിന് തൈകൾ കൊടുക്കുന്നുണ്ട്. അതെന്താ നമ്മൾ തിപ്പലിയെ ആൾക്കാർ കൊണ്ടുപോകാൻ കാരണം? അത് ഇത് കുരുമുളകിന്റെ വേര് വെള്ളമുള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുരുമുളകിന് പെട്ടെന്ന് ചീക്കലുണ്ടാകും, കേടുണ്ടാകും. ഇതിന്റെ പ്രയോഗം എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ പിടിച്ചിരിക്കുന്ന കുരുച്ചെടിയാണ്. ആ പ്രതിരോധ ശേഷിയുണ്ട്. വേര് ചെയ്യല. അപ്പം വെള്ളത്തിൽ പിടിക്കുന്ന വെള്ളം വളം കൊടുത്തെങ്കിലും ഇത് വളർന്നുകൊള്ളു. ലിക്വിഡായിട്ട് വെള്ളം കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏത് പാടത്തും അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള ചതുപ്പ് സ്ഥലങ്ങളെല്ലാം നല്ലതാണ്. അപ്പൊ ഇത് കൂടുതലായിട്ട് കർണാടകവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കവുങ്ങ് കൃഷി കൂടുതലുണ്ട്. അപ്പൊ അത് നനയ്ക്കുന്നതാണ്. നനയ്ക്കുന്ന സ്ഥലത്തൊക്കെ കൂടുതലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ഈ ചെരിവുള്ള സ്ഥലങ്ങളിൽ വലിയ വെള്ളക്കെട്ടില്ലാ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഈ തിപ്പിലി കൊണ്ടേ വെക്കുന്നത് നല്ലതാണോ? അതിന്റെ ആവശ്യമില്ല. മറ്റേ നമ്മൾ സാധാരണ കയറുതലാണെങ്കിലും കയറിപ്പോകും. അപ്പുറത്തൊക്കെ 2 ഇപ്പം ഇതെല്ലാം ഇരിക്കുന്നതല്ലേ? 2 ഇത് ആയിരക്കണക്കിന് ഇരിക്കുന്നത്. ഇത് മുഴുവൻ ഓർഡറാണ്. കാരണം കർണാടകം, തമിഴ്നാട്, ആന്ധ്ര ഇങ്ങനെ സംസ്ഥാനത്തേക്കെല്ലാം തൈയുടെ ഓർഡർ ഉണ്ട്. ആന്ധ്രയ്ക്ക് ഇപ്പൊ കയറി പോകുന്നുണ്ട്. ആന്ധ്രയ്ക്ക് 50,000 തൈയുടെ ഓർഡർ ഉണ്ട് ഈ ഒരു ദിവസം. ഇതാണ് തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഇത് തിപ്പിലി എന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്യും. നമ്മളിപ്പം ഈ തിപ്പിലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഈ തൈ കൊണ്ടുപോയി വെക്കുമ്പം മണ്ണിന്റെ അടിയിലോട്ട് പോകണോ? അല്ല, ഇത്രയും മതി. ഈ മണ്ണ് വെച്ചേക്കുന്ന സാമാര് മണ്ണിന്റെ അടിയിലോട്ട് പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ മുട്ടയെന്ന് കുത്തു വേരുകൾ വേരുകൾ ഇറങ്ങും. നല്ല സ്ട്രോങ് ആയിരിക്കും.
അപ്പോൾ ഈ കൂട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് മണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊന്ന് സൈഡിൽ നിന്ന് എല്ലാം വേരുകൾ ഇറങ്ങി നല്ല മണ്ണിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. സ്ട്രോങ്ങായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കുറെ കഴിയുമ്പോൾ ഈ കെട്ട് അഴിച്ച് വിടണം. അതെന്ത് എത്ര നാൾ കഴിയുമ്പോൾ ഈ കെട്ട് അഴിച്ച്? പലരും ഈ കെട്ട് അഴിക്കുന്നില്ല, അത് കൊണ്ടുപോകുമ്പോഴേ ചിലർ അഴിക്കുന്ന പറഞ്ഞു കേട്ടാൽ അതൊരു പ്രശ്നം. അത് എത്ര നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ കെട്ട് അഴിക്കണത്? ഇപ്പം എനിക്കൊരു മരത്തേട്ട് ചേർത്ത് കെട്ടിയിട്ട് ഇത് അഴിക്കാറായിട്ടുണ്ട്. ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് മുറുകി പോകും. മുറുകി പോയാൽ ഇവിടെ ഇത് കട്ടായി പോകാനുള്ള സൂക്ഷിച്ചു പോകും. അപ്പോൾ ഇത് പിന്നെ പെട്ടെന്ന് മുകളിട്ട് കയറിക്കോളും. സാധാരണ നമ്മൾ വേര് പിടിപ്പിച്ചിരിക്കുന്ന രണ്ടിരട്ടി കൊണ്ടുവച്ച് പെട്ടെന്ന് കൂടുതൽ കിട്ടും. കൂടുതൽ കിട്ടും. പെപ്പർത്തക്കൻ 3 നമ്മളിവിടെ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ടോ? അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പുറത്ത് നമ്മൾ അതിന്റെ സെയിലൊന്നും നടത്തിയിട്ടില്ല. കാരണം അതിന് നമുക്കൊരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ നോക്കുള്ളൂ. ഇപ്പൊ അതിന്റെ തിരിയും മറ്റു കാണാൻ മാത്രം നമുക്കിവിടെ ആയിട്ടുണ്ട്. അത് പരീക്ഷ സേനയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അത് 2 അല്പം കൂടെ മെച്ചമാണ്. ഇത് പെപ്പർത്തക്കൻ 2 ആണത്? അതെ, 2 ആണ് ഇത്. ഇതിപ്പോ നല്ലൊരു ഇരുണ്ട ഒരു സൂര്യപ്രകാശം അടിക്കാത്തൊരു കാലാവസ്ഥയിൽ നിറച്ചും കാഴ്ച നിൽപ്പുണ്ടല്ലോ ഇപ്പൊ ഇത്. അതെ, 2 പറയുന്ന സൂര്യപ്രകാശം ഒന്നും വേണ്ട. ഇത് എന്ന് പറയുമ്പോൾ വടക്കോട്ട് ചെരുവും ഒരിക്കലും സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലമാണ്. ഏലത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. തീരെ വെളിച്ചക്കുറവാണെങ്കിൽ പോലും ഇവിടുത്തെ നിറച്ച് കാ പിടിച്ചിട്ടുണ്ടല്ലേ? നിറച്ച് കാ പിടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ എന്റെ മറ്റൊരു പരീക്ഷ എന്ന് പറയുന്നത് നമ്മള് ജീൻ മാറ്റം നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാ? ഇത് മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളൊക്കെ ജീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീൻ മാറ്റമാണ്. അത് മനുഷ്യന്റെ സ്വഭാവങ്ങൾ, പാരമ്പര്യം, സ്വഭാവങ്ങൾ ഇതെല്ലാം മാറുന്നുണ്ട്. അതുപോലെ സസ്യങ്ങൾ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. സസ്യങ്ങളും ജീൻ മാറ്റം നടത്താം. അത് എങ്ങനെ നടത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ചെടിയല്ല കുടുംബരാജത്തിന് ഈ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കുടുംബരാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബനാട് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കുത്തുവേരുകളുണ്ടാവും. ആ കുത്തുവേരുകൾ ആ കുരുമുളക് ചെടിക്ക് ഇതുണ്ടാവും. ഇത് കുരുമുളക് ചെടിയെന്ന് വന്നേക്കുന്ന വേരായതാ. കുരുമുളക് ചെടി കുത്തുവേരുകൾ. അപ്പൊ അത് ജീൻ മാറ്റം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് സസ്യങ്ങൾ നമ്മള് മറ്റു പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷിയും ഇതിന് നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. പോലെയുള്ള അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, കൊടിയെന്ന് കുത്തുവേരുകളുണ്ടാക്കി. കൊടിക്കൊന്നും അങ്ങനെ കുത്തുവേര് ഉണ്ടാക്കാറില്ല. ഇല്ല. ഞാനിവിടെ വരുമ്പോൾ ശാസ്ത്രജ്ഞന്മാരെ കാണിക്കുന്നത് അവർക്ക് ഐഡിയ ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. അത് ശരി. സാധാരണ കുരുമുളക് ചെടി നല്ല വെയിലത്ത് നിന്നാലും നല്ലൊരു കായ്ക്കുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ 2 ഇങ്ങനെ നിന്ന് പോലും നല്ലൊരു കായ്ക്കുന്നുണ്ട്. ഇതിപ്പം എന്ത് പ്രായമായ ചെടിയായിരിക്കും ഇത്? ഇതൊരു 3-4 വർഷത്തോളായിട്ടുണ്ട്. ആയിട്ടുണ്ട്. നല്ല രീതിക്ക് കയറുകയും ചെയ്യും. അല്ല, നല്ല കയറ്റം കൊടുക്കുവാണെങ്കിൽ അതനുസരിച്ച് നല്ല രീതിക്ക് കയറി പോക്കോളും. ശ്രദ്ധിച്ചാൽ മതി. ആർക്കും ശാസ്ത്രജ്ഞന്മാരാകാം. ഒരു നിരീക്ഷണ ബുദ്ധി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കാ വീണ് മുളച്ച് വരുന്നല്ലേ? ഇതെല്ലാം കായ് വീണതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ തൈയിൽ വെക്കുന്നുണ്ട്. തൈലാണെന്ന് അതിന്റെ ഒരു പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് മാറ്റി വെക്കും. ഇതിന്റെ ഒരു പരീക്ഷണങ്ങളല്ല ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് ചേട്ടന് ഏത് കാലത്തിലാണ് ഇങ്ങനെ ഒരു ഈ തോന്നലിലേക്ക് എത്തി? പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു കുരുമുളകിലുണ്ട്. അത് ഇതിൽ തന്നെയല്ല, എല്ലാ കൃഷിയിലും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കൂടുതലായിട്ടും ഏലക്കൃഷി തോട്ടമായിരുന്നു ഇവിടെ. പിന്നെ ഏലം എല്ലാം അന്ന് വിലയില്ലായിരുന്നു. കൃഷിയൊക്കെ പരാജയം വന്നു. അതാണ് കുരുമുളക് കൃഷിയിലേക്ക് മാറിയത്. കുരുമുളകിലേക്ക് മാറിയെങ്കിലും അന്നും പരാജയമായിരുന്നു. കാരണം കൊടിക്കെല്ലാം പെട്ടെന്ന് രോഗങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം വന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് പിന്നീട് ഏതെങ്കിലും ഒരു പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ ഈ രോഗങ്ങളെല്ലാം വന്നിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന ഈ ഇനം നമ്മുടെ കയ്യിൽ വരുന്നത്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിപ്പോ പെപ്പർത്തക്കൻ 2 അല്ലേടാ? ഇതിപ്പോ ഇലയാണോ കൂടുതൽ കായാണോ കൂടുതൽ വെച്ചാൽ ഇലയേക്കാൾ ഇരട്ടി കാ നിൽക്കുന്ന പോലെ അല്ലേ? ഇത് ഏലത്തിന്റെ ഒക്കെ ഇടയ്ക്ക് ഷെയ്ഡിന്റെ അകത്ത് നിൽക്കുന്നതാണ്. ഇത് നമ്മള് വലിയ പരിചരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. കാര്യം ജോലിക്കാർ 5-8 പേരുണ്ടെങ്കിൽ മറ്റു തിരക്കിലാണ് നിൽക്കുന്നത്. തൈ ഉണ്ടാക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാ. ഇതൊക്കെ നോക്കാൻ പോലും സമയമില്ല. തന്നെ കിടന്ന് എന്നിട്ട് ഒരു നിറച്ചും ഇറങ്ങല് പോലെ തിരിയുടെ വലുപ്പം കണ്ടു. നല്ല തിരിനീളം ഉണ്ട്, കായ്ക്ക് മുഴുപ്പും ഉണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ല താനും അല്ലേ? നല്ല തിക്കായിട്ട് തന്നെ പിടിക്കുന്നുണ്ട്. ഏലത്തിന്റെ ഇടയ്ക്ക് തന്നെ. റബ്ബറിന്റെ ഇടയ്ക്കൊക്കെ ഇതിലും സൂര്യപ്രകാശം കിട്ടും. ചേട്ടാ, ഇതാണ് അപ്പൊ നമ്മുടെ നഴ്സറി അല്ലേ? ഇതാണ്. പൊതുവിൽ ഏതെങ്കിലും കാലാവസ്ഥ അനുസരിച്ച് തണുപ്പ് കൂട്ടാണ്ട് മുള പൊട്ടാനായിട്ട് താമസമുണ്ട്. ഇതിപ്പോ നമ്മളിങ്ങനെ മൂടി വെച്ചേക്കുന്ന ഉദ്ദേശം ചേമ്പറിന് പകരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. തൈകൾ മുളപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന്. ഇതിപ്പോ 4 സൈഡും മറിച്ച് മോള് യു വി ഹീറ്റ് ഇട്ട് മൂടി വെച്ചേക്കുന്ന ഒരു സെറ്റപ്പാണ് ഇത്. അതെ, ഇതിന്റെ പെട്ടെന്ന് തൈ വീഴണം പോലും പാഴാകാതെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാനും
ഗ്രാഫ്റ്റ് ചെയ്താണ് അതിൻ്റെ അത് വെക്കുന്നത്? ഗ്രാഫ്റ്റ് ചെയ്ത് അല്ലാതെ വെച്ചാൽ പെട്ടെന്ന് മുളത്തി കിട്ടും. ഇവിടെ ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേന് ഇത് മുളയിലോട്ട് കയറും. മുള കയറും. അതല്ലെങ്കിൽ മാസങ്ങൾ പിടിക്കും ഇത് മുള എടുത്ത് കയറണം. അത് ശരി. അതെല്ലാം മുള എടുക്കണമെന്നില്ല. ഇല്ല. ചേമ്പറാണെങ്കിൽ ചേമ്പറിനൊക്കെ നല്ലതാണ്. കാരണം ചേമ്പറാകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പൊക്കി നോക്കുകയൊക്കെ ചെയ്ത് വായു കയറി കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടപ്പെടുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതൊന്ന് പൊക്കി നോക്കുവോ ഇത് താത്തി വെക്കുകയൊക്കെ ചെയ്യാം. ഒരെണ്ണം പോലും പിടിക്കാതെ പോയി. എല്ലാം പിടിച്ചു കിട്ടും. എല്ലാം പിടിച്ചു കിട്ടും. നമ്മള് പിന്നെ ഈ പോട്ടിന്റെ അകത്ത് വെച്ചേക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്നാ? അത് ഇങ്ങനെ എയർപോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് കൂടുതൽ വായു സഞ്ചാരം കിട്ടും. പെട്ടെന്ന് വളർച്ചയും കൂടും. അതിനു വേണ്ടി എയർപോർട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നവർക്ക് കുറെ ഇതെല്ലാം സെയിൽ നടക്കുന്നതാണ്. വിൽക്കുകയും ചെയ്യാം. കുളിമ്പെന്ന് പറഞ്ഞ കുളിമ്പിനായി ഗ്രാപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ മുകളിലോട്ട് കൊടിയാണ് കുരുമുളക്. ഇതിന്റെ കീഴ്പ്പുറത്തോട്ട് ഇതുണ്ട് കുത്തുവേരുകൾ ചെടിക്കുണ്ടാകുന്നു. അതാണ് പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടാൻ വേണ്ടി. വേരുപിടുത്തം കൂടുതലുണ്ട്, അപ്പൊ അതനുസരിച്ച് വളർച്ചയും കൂടുതൽ കിട്ടും. പിന്നെ അതിൽ നിന്ന് പൊട്ടുന്ന ഇതുണ്ട് കണ്ണിയൊക്കെ ഇതുണ്ട്. ഇതിന് വണ്ണമുണ്ട്. ഇത് നമ്മളിപ്പോ ഇത്തിരി ഈ സൈഡെല്ലാം കണ്ടിച്ചെടുത്തതാ ഗ്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. എന്താ ചേട്ടാ നമ്മൾ ഈ കൂടുകൾ കൂടെ ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇതിനകത്ത് കുരുമുളകിന്റെ അരി മുളപ്പിക്കുന്നതാണ്. അരി മുളപ്പിച്ച് ഇങ്ങനെ അരിക്കണക്കിന് തൈ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഗുണം എന്താ? ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതും പല വെറൈറ്റിയില് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മള് ചെടികളൊക്കെ നല്ല നോക്കി എടുക്കുന്ന ഒരു വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എത്ര അരികൾ വെച്ച് ഇടുന്നു? ഇതിനകത്തൊക്കെ ഒരു 10-500 അരി ഇടും. ഒരു സ്ഥിരമായിട്ട് നനയ്ക്കണം. 45 ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ച് കയറും. എന്നിട്ട് അതെന്ത് ചെയ്യും ചേട്ടൻ? അത് ഓരോ കൂട്ടിന്റെ അകത്തോട്ട് പറിച്ചു വെക്കും. എന്നിട്ട് അത് പിന്നെ കായ്ച്ച് കയറി വരാൻ അതിൻ്റെതായ താമസം എടുക്കല്ലത്? വർഷങ്ങൾ എടുക്കത്തില്ല. വർഷങ്ങൾ എടുക്കും. ഇതാണ് പെപ്പർ തെക്കൻ 3 എന്ന് പറയുന്നത് ചേട്ടാ. അതെ, മണിയുടെ വലിപ്പമൊക്കെ ഉണ്ടോ? മണിയുടെ വലിപ്പം നല്ല വലിപ്പം കൂടിയ മണിയാ, തിക്ക് മണി. ഇതിപ്പോ നമ്മളിത് വേറെ പറിച്ച ഉണങ്ങി നോക്കിയിട്ടുണ്ട്. ഇതിന്റെ തൂക്കവാശി എങ്ങനെയുണ്ട്? ട്യൂവിന്റെ അത്രയും തൂക്കമൊക്കെ ഉണ്ട്. ട്യൂവിന് അത്രയും തൂക്കം തന്നെ വരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിക്ക് മണിയാണ്. തിക്ക് മണിയായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോ ഉണങ്ങി കഴിഞ്ഞാലും ഇത് ഈ വലിപ്പം എങ്ങനെ കണ്ടവാനും ചുങ്ങിപ്പോന്നില്ല, വരികയില്ല. ഈ ഏകദേശം നല്ല ബോൾട്ടാണ്. നല്ല ബോൾട്ട്. ഇതിപ്പോ ഇതിനൊരു മഞ്ഞ നിറം കൂടുതലാണ്. നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ നല്ല കറുത്ത കളറിലേക്ക് ഇത് കറുത്ത കളറിലേക്ക് തന്നെ കയറി വരും. ഇതിപ്പോ ഇതിന്റെ നമ്മള് വിൽപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇല്ല, ഇത് 2 വർഷമൊക്കെ എടുക്കും. അതിന്റെ പേറ്റന്റ് എല്ലാം കിട്ടി നമുക്കത് പുറത്തുവിടാൻ നോക്കുള്ളൂ. ഇത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് തൈ ഉണ്ടാകണം. അതും അതേ സ്ത്രീ തന്നെയാ. അപ്പൊ അതിനും ഇതിനും കളർ വ്യത്യാസം വരുന്നുണ്ട്. കുറെ വ്യത്യാസമുണ്ട്. ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഈ കാണുന്നതെല്ലാം ഈ ടെറസയിലൊക്കെ ഒരു കൃഷി തോട്ടം ഉണ്ടാക്കാം. കുറ്റിക്കുരുമുളകല്ലാതെ ഒരു കൃഷി തോട്ടം. ഇതിപ്പോ കുറ്റിക്കുരുമുളകാണ്. അത് കുറ്റിയല്ല. മാസം പറഞ്ഞ കുറ്റിയല്ല, കയറുതലയല്ല, മരത്തെ കയറുന്നതല്ല. അപ്പൊ രണ്ടിന്റെയും കൂടി ഒരു മിക്സ്. കവട്ടയുണ്ടല്ലോ, PVC വെച്ചിരിക്കും ഈ കവട്ട. അത് കയറി ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മള് കവട്ട കയറി ഇതിങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുട്ടയിൽ നിന്നെല്ലാം ഓരോ മുട്ട പോലെ പിന്നെ പടർന്നു കിടക്കും. അപ്പൊ നമുക്ക് എങ്ങനെ കൊണ്ട് എടുത്തോണ്ട് പോവാം. ഇതിപ്പോ എങ്ങോട്ട് വേണം എടുത്ത് മാറ്റാം. ഇതിപ്പോ വീടിന്റെ ഷോ പോലെ ഒരു പൂച്ചെടി പോലെ വീട്ടിൽ വെക്കാനും ചെയ്യും. ഏത് സമയത്ത് നമുക്ക് തോട്ടം റെഡിയാക്കാം. ചേട്ടാ ഇത് ഇതാണ് സർപ്പന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. നാഗപ്പതി പറയുന്ന. ഇതിങ്ങനെ ഒരു കൂട് വെച്ചിട്ട് അതിങ്ങനെ പടർത്തി വിടും. ഇടയ്ക്ക് നീളം തോറും ഓരോ മുട്ടിനും കൂട് വെച്ച് കൂട് വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒരു 10-12 കൂടെ ആകുമ്പോൾ പറയും നമ്മൾ 2-3 പറിച്ചെടുക്കും. 12 മാസം നമുക്ക് 12 മാസം നമുക്ക് തൈ വിൽപ്പനയ്ക്ക് റെഡിയാണ്. ഇതിനാ മറ്റേതിനൊക്കെ കൂടുതൽ വേരുപിടുത്തം കൂടുതലുണ്ട്. കൂടുതലുണ്ട്. എല്ലാ മുട്ടിനും വേരാകും. പിന്നെ നമ്മൾ മുറിച്ചിട്ട് തിരിച്ചു കുത്തുമ്പോൾ ആ മുറിക്കും വേരുണ്ടാവും. അതായത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെക്കുന്ന ആ അടി പിന്നെ കട്ട് ചെയ്ത് വെക്കുന്ന ആ അടിയിലത്തെ ആ വേര് തണ്ടേന്നും വേരും മുളയ്ക്കും. അപ്പൊ ഇത് പ്രത്യേകം തന്നെ ചോദിച്ചു കഴിഞ്ഞാലേ ഇതിന്റെ നേരം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലില്ലാത്തവർക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കെട്ടിടങ്ങളും നല്ല വാർപ്പ് കെട്ടിടങ്ങളും കിടപ്പുണ്ട്. അതിന്റെ മുകളിലൊക്കെ ഇതുപോലെ നേഴ്സറിയോ ഒക്കെ ഉണ്ടാക്കാൻ. ഇതിപ്പോ നമ്മുടെ കെട്ടിടത്തിന്റെ മണ്ടയിലാണ്, നമ്മളിപ്പം വീടിന്റെ മണ്ടയിലാണ് ഇപ്പം നേഴ്സറി ഉണ്ടാക്കിയിരിക്കുന്നത്. താഴെയുണ്ട്. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമുക്ക്
നിരപ്പ് ഭൂമികളില്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മൾ പറിച്ച് മാറ്റി നമ്മൾ വേറെ ചേമ്പറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്, അത് ഇവിടെ തന്നെ നിന്ന് മുളയ്ക്കുവാണ് ചെയ്യുന്നത്? ഇത് മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ സൗകര്യത്തിന് മാറ്റും. വെക്കാൻ സ്ഥലമില്ലല്ലോ. ഈ വലിയ കെട്ടിടങ്ങളൊക്കെ കിടക്കുന്നവർക്ക് എത്ര വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ. ഒരു നഴ്സറികളൊക്കെ തുടങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ തോട്ടം തന്നെ നമ്മളിപ്പോൾ അവിടെ കാണിച്ച പോലെ ഒരു തോട്ടം തന്നെ ഇതിന് മണ്ടാക്കാൻ റെഡിയാക്കാൻ പറ്റും. ചെറിയ ചെറിയ കുറ്റിക്കുരുമുളകിന്റെ തന്നെ ഒരു തോട്ടം പോലെ തന്നെ റെഡിയാക്കാൻ പറ്റും. ഇതെല്ലാം ഒരു മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് നമ്മൾ എന്താ പ്രധാനമായിട്ട് വല്ല വേറെ പ്രത്യേകിച്ച് വളപ്രയോഗം വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ നടുപ്പൊന്നും ഇല്ല. പിന്നെ നട്ട് കഴിഞ്ഞിട്ടൊക്കെ ഈ കൂടിന്റെ കൂട് നിറയ്ക്കുമ്പോൾ അതിന്റെ വല്ല നമ്മൾ വേറെ മണ്ണ് മാത്രമേ ഇടുന്നുള്ളൂ, അതേ വേറെ എന്തെങ്കിലും? ഇപ്പൊ നമ്മൾ മണ്ണ് മാത്രമേ ഇടുന്നു. മണ്ണ് മാത്രമേ ഇടും. ഒരുപാട് വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ജീവിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിത് മണ്ണിട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞു അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് വളരാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതി. വളരാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും പറമ്പിൽ കൊണ്ടേ വെക്കുമ്പോഴത്തേനും എന്തെങ്കിലും ചെയ്താൽ മതി. അത് ചെയ്താൽ മതി. ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെക്കുക. പിന്നെ പൊടിയാറോ പിന്നെ ഇപ്പൊ എല്ല് പൊടിച്ച പൗഡർ ഉണ്ട്, അതൊക്കെ നല്ല കാൽസ്യം ജൈവമായിട്ട് തന്നെയാണ് നമ്മളിത്. ജൈവമുണ്ട്. പിന്നെ ഈ പൊടിയാറ് വേറെ ചെയ്യുന്നുണ്ട്. ചെയ്യാം. പ്രായത്തിലെ ഇപ്പം ഈ കുരുമുളക് കൃഷിയും അങ്ങനെ പല കൃഷികളായിട്ട് ഒത്തിരി യുവാക്കളൊക്കെ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്തായിരിക്കും ചേട്ടൻ പറയാൻ? ധൈര്യമായിട്ട് അവർക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഫീൽഡാണോ ഇത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ടായിരുന്നു, ഈ ഗൾഫിൽ നിന്ന് വന്നൊരു പെൻഷൻ പറ്റിയവര്. അപ്പൊ അവർക്കൊരു മാനസിക സന്തോഷം. കൃഷി എന്ന് പറയുന്ന ഒരു കലയാണ്, വ്യവസായ ഒരു കലയാണ്, സംഗീതം ഒരു കലയാണ്. അപ്പം കലകൂടെ ഉള്ളവനെ ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഈ ഇപ്പോഴത്തെ യുവാക്കൾക്കൊക്കെ അല്പം വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാല് എല്ലാം തൊഴിലോടി പോവുകയല്ലേ, രാജ്യങ്ങളിലേക്ക് പോവല്ലേ. അവിടെ പോയി അടമകളെ പോലെ പണിയെടുക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ വിദേശത്താണെന്നൊക്കെ പറഞ്ഞ് അവരെ ഗെയിം അടിക്കുന്നുണ്ട്. പക്ഷെ അവിടെ അടിമയായിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷെ അതൊന്നും വേണ്ടെന്ന്. ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടാക്കാം. ഇത് ഈ കുരുമുളകൊക്കെ പോസ്റ്ററിലൊക്കെ ഇട്ട് വലിയ അധ്വാനം 2 വർഷം കഴിയുമ്പം ഇതിന് വലിയ പണികളൊന്നുമില്ല. ഇതിനനുബന്ധിച്ച് ഇതുപോലെ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാം. മുളക് പറിച്ചു കൊടുക്കാൻ തന്നെയല്ല, അനുബന്ധ ഇപ്പൊ തൈ ഉൽപാദനമാണെങ്കിലും കുറ്റിക്കുരുമുളക് തൈ ഉൽപാദനത്തിലൂടെ തന്നെ ഒരു വരുമാനം. ഇപ്പൊ ഈ എല്ലാം ടൂറിസം മേഖലയൊക്കെ അല്ലേ. ഈ മഹാരാഷ്ട്രയിൽ നിന്നും പിന്നെ ഗോവയിൽ നിന്നൊക്കെ ഒരു കുറ്റിക്കുരുമുളക് വന്ന് 5,000 രൂപ 10,000 രൂപ എടുത്തോണ്ട് പോകുന്നത്. അത് ശരി. ഇവിടേക്കും ടൂറിസം മേഖലകളല്ലേ. അവിടെ കൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായ സെയിലും ഭയങ്കരമായ വിലയും കിട്ടുന്നുണ്ട് ഈ കുറ്റിക്കുരുമുളക്. ഇതൊന്നും ആരും മെനക്കെടുന്നില്ല എന്നുള്ളത്. നമ്മള് ചെടി പോലെയല്ല, ഇതിന് ഒരു വരുമാനമുള്ള ഒരു ഇതും കൂടിയല്ലേ മേഖലയായത്. മാനസിക ഉല്ലാസം അതുപോലെ തന്നെ വരുമാനം കിട്ടുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ ഞങ്ങൾ അച്ചാറിടുന്നുണ്ട്. ഗ്രാഫ്റ്റ് എടുക്കുന്നതിന് പൊട്ടുമുളക് കൊടുക്കുന്നു, അതൊക്കെ ഞാൻ കാണിക്കാം. അച്ചാർ ഇടുന്നുണ്ടോ? കുരുമുളക് അച്ചാറോ? അത് കേട്ടിട്ട് പോയില്ല സാധനമാണല്ലോ. നമുക്ക് അതൊന്ന് കണ്ടാലോ. ഇത് കുരുമുളക് അച്ചാർ ഇടുന്നത്. അതായത് നമ്മള് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുമ്പോ ഒരുപാട് പൊട്ടുമുളക് കൊടുക്കും. അത് നമ്മളിങ്ങനെ വിനാഗിരി ഒഴിച്ച് അച്ചാർ നമ്മളിങ്ങനെ പുറത്തേക്ക് വിൽപ്പന വല്ലതും നടത്തുന്നുണ്ടോ? ഇത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. കുരുമുളകിന്റെ അച്ചാർ ആരും കേട്ടിട്ടില്ലാത്തൊരു സാധനമാണല്ലോ. പുതിയ വെറൈറ്റികളല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി കുറെ കൊടുത്ത് വിദേശികളൊക്കെ വന്നപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുക ചെയ്ത. എങ്ങനെയുണ്ട് അവരുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. ഇതൊന്നും ആരും ഉണ്ടാക്കുന്നില്ല. ഇല്ല. കുരുമുളക് കൃഷി തന്നെയല്ല, ഈ കൃഷിയുടെ കൂട്ടത്തിൽ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടെ നമുക്ക് ഇതിന്റെ ഉണ്ടാക്കാൻ സാധിക്കും. എന്നാലും നമ്മുടെ വരുമാനം നമുക്കത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. ചേട്ടാ ഇതെന്താ ഇങ്ങനെ ഇത് കുപ്പിയിൽ നമ്മൾ അടച്ച് ഇങ്ങനെ വിട്ട് വെച്ചേക്കുന്നത്? അത് മുളക് പറിച്ചു കഴിയുമ്പോൾ ഒരാൾ വന്നാൽ ഇതിന്റെ തിരിയെപ്പറ്റി നമുക്കിത് കാണിച്ചു കൊടുത്തെങ്കിൽ മനസ്സിലാവുള്ളൂ. അപ്പം ഇത് കേടാതിരിക്കാനായിട്ട് ഒരു 4-5 വർഷം ഇങ്ങനെ ഇരുന്നോളൂ. ഇതെന്താ ലിക്വിഡ് ഇത് ഒഴിച്ചേക്കുന്നത്? ഇത് വിനാഗിരി ഉപ്പും കൂടെ കൂട്ടി ഇട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് 4-5 വർഷത്തേക്ക് ഒരു കേടും കൂടാതെ ഇതിന്റെ അത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് അതിന്റെ തിരി നീളവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ വേണ്ടി കാണിക്കാൻ സാധിക്കും. പറയുമ്പോ അത്രയും വിശ്വാസം വരുന്നില്ല. അച്ചാറാണെന്ന് പറഞ്ഞാലും ഇതിപ്പം എത്ര വർഷം വേണ്ടും ഇരിക്കും. പഴം തോറും അതിന്റെ രുചിയൊക്കെ കൂടുന്ന.
നമ്മുടെ ഈ കുളം, ഇത് നമ്മൾ ഈ സ്ഥലം മേടിച്ചപ്പോൾ ഈ കുളം ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, മേടിച്ച കുളമില്ലായിരുന്നു. ഇതിലൊരു വെള്ളം ഒഴുകുന്ന ചാലുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തി ചെക്കമായിട്ട് കെട്ടി. അപ്പൊ ഈ പാറ പൊട്ടിച്ചെടുത്ത്? പാറ പൊട്ടിച്ചല്ല, അല്ലാതെ തന്നെ സ്വാഭാവിക പ്രകൃതിയായിട്ട്. വേനക്കൊന്നും ഇതിന്റെ വെള്ളം പറ്റി പോയല്ലോ? വേനക്ക് നമ്മൾ ഈ വെള്ളം പൈപ്പ് വഴി ഇറക്കി വിടുവാണ്. ഇറക്കി വിടുവാണോ? തോട്ടത്തിൽ കൂടി മുഴുവൻ ഇറക്കി വിടുക? ഇത്രയും നമ്മൾ വെള്ളം നിർത്തുള്ളൂ. ഇതിന് മുന്നോട്ട് വരുന്ന വെള്ളം പൈപ്പ് ഇട്ട് താഴോട്ട് ഇറക്കി വിടുക. അപ്പൊ ഈ തോട്ടത്തിലേക്ക് വേണ്ട ആവശ്യത്തിന് വെള്ളം മിച്ചം അല്ലേ? ഇതെല്ലാം ആവശ്യത്തിന് വെള്ളം മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും വീതിയുണ്ട്. ഉറവ് പോലെ വന്നോണ്ടിരിക്കും നാച്ചുറൽ ആയിട്ടുള്ള. എൻ്റെ പേര് ബെന്നി എന്നാണ്. ഞാൻ എൻ്റെ ചാച്ചൻ്റെ കൂട്ടത്തിൽ ഈ നഴ്സറിയുടെ പരിപാടികൾക്കും അതിന് സഹായമൊക്കെ ആയിട്ട് ഏകദേശം ഒരു 15 വർഷക്കാലത്തോളമായി കൂടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് കൊലയായിട്ടടിക്കുന്ന ഒരു കുരുമുളകായിരുന്നു. പെപ്പർത്തക്കൻ വണ്ണെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കാലങ്ങൾക്ക് ശേഷം പിന്നീട് അതിൽ നിന്ന് തന്നെ ഉണ്ടായെടുത്ത തെക്കൻ 2 എന്ന് പറയപ്പെടുന്ന കുരുമുളക്, അത് 30 സെൻറ്റിമീറ്റർ മുകളിൽ നീളമുണ്ട്. അതിൻ്റെ സ്പൈക്കിനെ കൃഷി ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ കൃഷിയിലേക്കാണ് തിരിഞ്ഞത്. 30 വർഷക്കാലത്തോളം ഞാൻ ചാച്ചൻ്റെ കൂട്ടത്തിലാണ് കൃഷി ചെയ്തു. അങ്ങനെയാണ് നഴ്സറിയുടെ പരിപാടികളും എല്ലാം ഞങ്ങൾ തുടങ്ങിയത്. നഴ്സറിയിൽ പുതുതായിട്ട് 2-3 കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു. അത് പിന്നീട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും രാഷ്ട്രപതിയുടെ അവാർഡ് വരെ കിട്ടുകയും ചെയ്തു. അതിന് കുരുമുളക് അതിൻ്റെ തൈകളൊക്കെ അന്വേഷിച്ച് ഇവിടെ നിന്നും നമ്മുടെ സംസ്ഥാനത്തു നിന്നും പുറത്ത് കർണാടകയും മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കൃഷിക്കാർ ഇവിടെ വന്ന് നമ്മുടെ അടുത്തുനിന്ന് തൈകൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ കൊല്ലം തന്നെ നമുക്ക് ഇതിന് കൊടുക്കാൻ തികയും തോന്നുന്നില്ല തൈ. അത്രയ്ക്കും തൈകളുടെ ഓർഡർ നമുക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. ഇത് കൊണ്ടുപോയ സ്ഥലങ്ങളിലെല്ലാം ഇമാതിരി കായ്ക്കുകയും നല്ല വളവും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷിക്കാർ തന്നെ വളരെ സംതൃപ്തരാണ് തെക്കൻ 2 എന്ന് പറയുന്ന കൊടിക്ക്. ഇതിപ്പം വളരെയേറെ നല്ല പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊടിക്ക്. എൻ്റെ മകൻ അഖിൽ എന്നാണ് അവൻ്റെ പേര്. അവൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലാണ്. അവൻ MSc അഗ്രികൾച്ചർ കഴിഞ്ഞു. അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി തന്നെ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അവനും കൃഷിയോടാണ്, ഞങ്ങളുടെ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് അവനും കൃഷി പ്രധാനമായിട്ട് ശാസ്ത്രമായിട്ടെടുത്ത് MSc അഗ്രികൾച്ചർ പാസ്സായിരിക്കുന്നത്. ഇവരൊക്കെയാണ് നമ്മുടെ സ്റ്റാഫൊക്കെ. ഒരു 6 വർഷം തൊട്ട് ഇവരാണ് നമുക്ക് ജോലി ചെയ്യുന്നത്. ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു തൊഴിലാളി മുതലാളി എന്നുള്ള ആ ഒരു ഇതില്ല. പാപ്പൻ ഞങ്ങളെ ഒരു സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കരുതി ഞങ്ങൾ ആ ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളിവിടെ ജോലി സ്ഥലം എന്ന പോലെയല്ല, ഞങ്ങളുടെ സ്വന്തം വീട് എങ്ങനെ കരുതുന്നത് അതുപോലെ ഒരു സ്ഥാപനത്തെ ഞങ്ങളൊക്കെ അങ്ങനെ കരുതിയാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, നമ്മൾ ഇവിടെ ഈ നഴ്സറി തുടങ്ങിയിട്ട് ഇപ്പം എത്ര കാലമായി? ഇതിപ്പോ 2010 തൊട്ടുള്ള ഒരു നഴ്സറിയാണ്. മുമ്പ് നമ്മൾ പെപ്പർത്തക്കൻ 1 എന്ന് പറയുന്നതായിരുന്നു. നമ്മൾ ഒരു 4 വർഷമായിട്ടാണ് 2 എന്ന് പറയുന്നത് വികസിപ്പിച്ചിപ്പം പ്രൊഡക്ഷൻ കൂട്ടിയാക്കുന്നത്. 4 വർഷമായിട്ട് ഇപ്പം പെപ്പർത്തക്കൻ 2 ആണ് കൂടുതലായിട്ടും ആൾക്കാർക്ക് കൂടുതലായിട്ട് ഓടുന്നത്. അതിന് മുമ്പ് കൊടിയുണ്ട്, അതിൻ്റെതായ കാര്യങ്ങൾ കുറെ ഉണ്ടല്ലോ. അതിന്റെ ഗുണനിലവാരം എല്ലാം നോക്കി കഴിഞ്ഞ് പുറത്തിറക്കി ഭാഗങ്ങളും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് കൊടുക്കാൻ ഇന്ന് ഇപ്പം 3 വർഷമായിട്ട് നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത കൊല്ലത്തേക്ക് തോട്ടമാകും. നമ്മൾ തന്നെ തോട്ടം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഈ 2 എന്തുവരെയൊക്കെ നമുക്ക് ഇവിടുന്ന് പോകുന്നത്? നമ്മളിപ്പോൾ കർഷകർക്ക് കൊടുക്കുന്ന 60 രൂപ. 60 രൂപ ഫുൾ സർപ്പന്റൈൻ മെത്തേഡിലുള്ള വരുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഒരു മാസത്തെ അല്ലെങ്കിൽ വരുമ്പോഴത്തേനും നമുക്ക് ഒരു സീസൺ ആയി കഴിഞ്ഞാൽ ഒരു മാസം ഒരു 30,000-40,000 തൈ നമ്മുടെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ആവശ്യക്കാരുടെ അളവ്? നമ്മൾ ഒരുപാടുണ്ട്. നമുക്ക് സാധനം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഓഫ് സീസണിലും നമുക്ക് തൈ പോകുന്നുണ്ട്. സീസൺ ആയാൽ ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്കിത് കൊടുത്ത് ഓടിയെത്തത്തില്ല. നമ്മുടെ പണിക്കാരൊക്കെ നാടൻ പണിക്കാർ തന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് തന്നെ സ്ഥിരമുള്ള ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള അയൽവാസികളെ. നമുക്കിത് ഇവിടെ നിന്ന് എങ്ങനെ ഇവിടെ വന്ന ആൾക്കാർ കളക്ട് ചെയ്തുകൊണ്ട് പോകണോ? അതെ, നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹോം ഡെലിവറി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൽ എത്തിച്ചു കൊടുക്കും സൈറ്റിൽ. ഇല്ലെങ്കിൽ കർഷകർ നേരിട്ട് ഓർഡർ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 തൈ ഒക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അഡീഷണൽ വരും.